ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കായ ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. കായ ബജി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് മൈദപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കായല്ലേ, അപ്പോൾ നമുക്ക് എരില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനൊരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/2 സ്പൂണോളം വലിയ ജീരകമില്ല, പെരിഞ്ജീരകം, അത് വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പിഞ്ചോളം നമുക്ക് സോഡപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് സോഡപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമില്ല. ഞാൻ എന്നാലും ചേർക്കണമെന്നുള്ളൂ. നമുക്കിനി എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചത് നല്ല പോലെ അത് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും കായ്ക്കോളി പൊടികളൊക്കെ, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നായി വെള്ളം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഒന്നായി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ മാവ് ഇതിൽ ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് ബാറ്റർ രൂപത്തിലെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നല്ലപോലെ നമുക്കിതൊന്ന് കലക്കി. അപ്പം നല്ലപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട വെള്ളം പാകത്തിന് കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ ഇതേപോലെ കലക്കി എടുത്തേക്കണത്. ഇതാണ് ഇപ്പം ഇതിൻ്റെ പരുവെന്ന് പറയണത്. കണ്ട വല്ലാണ്ട് ലൂസാവാനും പാടില്ല, എന്നാൽ ടൈറ്റ് ആവാനും പാടില്ല. ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളെ കായമെന്ന് ഇത് മാവ് പോവും, അപ്പോൾ നമുക്ക് പാകത്തിന് കിട്ടൂല. അതാണ് ഇതേപോലെ എടുക്കേണ്ടത്. വേണ്ട, ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിന് ഇതിലേക്കുള്ള കായ റെഡിയാക്കി എടുക്കാം. നമുക്കിനി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതിലേക്ക് 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആവശ്യത്തിന് എടുക്കാട്ടോ നമുക്കിത്. ഇനി നമുക്കിതൊന്ന് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കായ ഞാനിപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വലിയ കായ ആയിരുന്നു 2ആക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കണത്. നല്ല നൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പ് ഇതിൻ്റെ മേലെ ഒന്ന് തൂളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതുമേൽ കായമേൽ ഇച്ചിരി ഉപ്പ് പിടിക്കാനാണ്, കൂടിപ്പോണ്ട കുറച്ച്. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപ്പൊക്കെ തിരുമ്പി നല്ല പോലെ ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുക്കിങ്ങായിട്ട് ഫ്രൈ ചെയ്ത് ഇത് കായ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായി. ഓയിലിപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല പോലെ ചൂടാകുമ്പോൾ നമുക്ക് ഈ മാവിൽ കായ മുക്കിങ്ങായിട്ട് ഇട്ട് കൊടുക്കാം. മേലേക്ക് തെറിക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളെ മാവ് വല്ലാണ്ട് ലൂസാവാനും പാടില്ല കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ കായമേൽ മാവ് പിടിച്ചിരിക്കില്ല, വേഗം ഇങ്ങനെ കായമേന്ന് ഇങ്ങനെ വിട്ടു പോവുകയും ചെയ്യും. ഇതിപ്പോൾ നല്ല പോലെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ട ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം നമ്മൾ മാവ് കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പൊള്ളച്ച് കിട്ടും. അപ്പോൾ നമുക്ക് സോഡപ്പൊടി ഇടണമെന്നൊന്നും ആവശ്യമില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടത് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
കായ ബജി മുഴുവനായിട്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട നല്ല പോലെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ട നല്ല സോഫ്റ്റ് ഉണ്ട്, കൈ പൊള്ളണുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.